ഹലോ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എംബ്രോയ്ഡറി മെഷീൻ ഇല്ല എങ്കിൽ പോലും ഒരു സാധാ സിംഗിൾ മെഷീനോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സാധാ ഒരു ടേബിൾ ടോപ്പ് മെഷീനോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റിങ് ഇട്ട് എംബ്രോയ്ഡറി ചെയ്യാമെന്ന് അറിയാവോ? ഞാനിതിൽ എക്സ്പേർട്ടൊന്നും അല്ല എങ്കിൽ പോലും രണ്ട് മെഷീനും സിംഗിൾ മെഷീനും ടേബിൾ ടോപ്പ് മെഷീനിലും ഇതിനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്ന് നമുക്കൊന്ന് കാണാം. മെഷീൻ എംബ്രോയ്ഡറിക്ക് നമ്മൾ റിങ് ഇടുമ്പോൾ സാധാ റിങ് ഇടുമ്പോൾ നമ്മൾ ക്ലോത്തിൻ്റെ ഏത് വശത്താണോ ചെയ്യേണ്ടത് ആ ക്ലോത്ത് നമ്മൾ മുകളിൽ വരുന്ന പോലെയാണല്ലോ ചെയ്യുന്നത്. മുകളിൽ വരുന്ന പോലെ ഈ അകത്തെ റിങ്ങിൻ്റെ മുകളിൽ വരുന്ന പോലെയാണെങ്കിൽ ഈ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ പുറത്തെ റിങ്ങിൻ്റെ മുകളിലേക്കാണ് ഏത് വശത്താണോ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് അത് ഇടേണ്ടത്. ആ ക്ലോത്തിൻ്റെ ആ ഭാഗം ഇടേണ്ടത് പുറത്തെ റിങ്ങിൻ്റെ മുകളിലേക്കും ശേഷം അകത്തെ റിങ് ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് ലൂസ് ചെയ്യണമെങ്കിൽ ലൂസ് ചെയ്ത് ഇവിടെ വെളിവശം ലൂസ് ചെയ്തുകൊണ്ട് കയറ്റുക. ഇങ്ങനെ ലൂസ് ചെയ്ത് ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ റിങ് ഇപ്പോഴുള്ള പ്രത്യേകത എന്താണ്? നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ താഴെ ഇതുണ്ടല്ലോ, ഈ ടേബിൾ ടച്ച് ചെയ്തുകൊണ്ട്, കാരണം മെഷീനിൽ ആ പോർഷൻ ടച്ച് ചെയ്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചായിരുന്നു. ഹാൻഡ് എംബ്രോയ്ഡറിക്ക് ഈ പോർഷൻ പൊങ്ങിയിരിക്കുന്ന രീതിയിലാണെങ്കിൽ ഇത് മെഷീൻ എംബ്രോയ്ഡറിക്ക് ഇത് താഴ്ന്നിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് അറേഞ്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ ചെയ്യേണ്ട പിക്ചർ ഏതാണെന്ന് വെച്ചാൽ അത് വരേണ്ടത് ഈ ഏരിയയിലാണ്. അങ്ങനെയാണ് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറിക്ക് ക്ലോത്ത് റിങ്ങിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഈ മെഷീനെ കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഈ സ്റ്റിച്ച് ലെങ്ത് നമുക്ക് ചെയ്യുന്ന ഡിസൈനിൻ്റെ അനുസരിച്ച് പല രീതിയിലിടാം. അടുപ്പിച്ചായിട്ട് ചെയ്യണമെങ്കിൽ 1L ഇച്ചിരി കൂടെ അകത്തി മതിയെങ്കിൽ 2L അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഡിസൈൻ്റെ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെയാണെങ്കിലും മാറ്റിയിടാം. 1 ചെയ്താൽ നല്ല അടുപ്പിച്ച് വരും. 2 ആണെങ്കിൽ ഇച്ചിരി കൂടെ അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ മിഡിലിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു 1 ആണ്, ഇപ്പം 1 ഇപ്പം ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൂട്ട് തന്നെ നമ്മൾ സെലക്ടർ ചെയ്യേണ്ടത് സെലക്ടർ നമ്മൾ സിക്സാഗ് വരുന്നത് സിയിലാണ്. ഇതല്ലേ സിക്സാഗിൻ്റെ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സിക്സാഗിൻ്റെ വരുന്ന സിയിലാണ്. അതുകൊണ്ട് നമ്മൾ സിക്സാഗ് സിയിലിടുക. ഈ നമ്മൾ സാധാ മെഷീനിൽ അടിക്കുന്ന പോലെയുള്ള സ്റ്റിച്ച് വരണമെങ്കിൽ നമ്മൾ എയിലാണ് ചെയ്യുന്നത്. ഈ സിക്സാഗ് രീതിയിൽ അല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ, അതായത് സാറ്റിൻ സ്റ്റിച്ച് പോലെ അല്ല, ഒരു സാധാ സ്റ്റിച്ച് പോലെ കിട്ടണമെങ്കിൽ നമുക്ക് എയിലിട്ട് ചെയ്യാം. അതായത് കാരണം നമ്മൾ നോർമൽ തയ്യൽ മെഷീനിലും ഈ എംബ്രോയ്ഡറി ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ എയുടെ ഒരു ഓപ്ഷനേ ഉള്ളല്ലോ. ആ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ എയിലിട്ട് വേണമെങ്കിൽ ചെയ്യാം. നല്ല വീതിക്ക് നമ്മുടെ സാറ്റിൻ പോലെ കിട്ടണമെങ്കിൽ ഓപ്ഷനിൽ സിയിലിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ സിയിലിട്ടാണ് ചെയ്യുന്നത്. സാധാ മെഷീനാണെങ്കിൽ നമ്മുടെ സാധാ ഒരു അങ്ങനെ സെലക്ട് ചെയ്യാനൊന്നുമില്ല. ഇവിടുത്തെ പല്ലും പടിയും മാറ്റിയാൽ മതി. ഈ ടെൻഷന് വരുന്നത് 3 ഞാനിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് ടെൻഷൻ നോക്കി 1 വേണമെങ്കിലും 0 വേണമെങ്കിലും ഇട്ട് ചെയ്യാം. ഞാൻ ഇത് 3 ഇച്ചിരി ഒരു ടെൻഷൻ കിടക്കട്ടാന്ന് കരുതിയാണ് 3 ചെയ്യുന്നത്. നൂല് നമുക്ക് സിൽക്ക് ത്രെഡ് ഇട്ട് വേണമെങ്കിലും ചെയ്യാം. സിൽക്ക് ത്രെഡ് ഇതിപ്പോൾ റഫായിട്ട് വെറുതെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ സാധാരണ നമ്മുടെ തയ്ക്കുന്ന നൂലാണ് ഇട്ടിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് ഇട്ട് നല്ല ഡ്രസ്സുകളിലൊക്കെ ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡ് ഇട്ടാൽ നല്ല ഫിനിഷിങ് നല്ലൊരു മിനുസൊക്കെ വരുമല്ലോ, അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇനി മെഷീനിൽ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം ഇനിയാണ് കാണിക്കാൻ പോകുന്നത്. അത് തയ്ക്കുമ്പോൾ തുണി പുറകോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടൊരു പല്ലുണ്ട്. ഈ താഴേന്ന് മേളിലോട്ടൊരു പല്ല് പൊങ്ങിയിട്ടുണ്ട്. ഈ പല്ലിലൂടെയാണ് നമ്മൾ തയ്ക്കുമ്പോൾ ആ തുണി പുറകോട്ട് നീങ്ങുന്നത്. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ തയ്ച്ച് വിടുമല്ലോ, തുണി നീങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ പല്ല് മാറ്റി വെച്ചില്ലെങ്കിൽ ക്ലോത്ത് പുറകോട്ട് നീങ്ങിപ്പോകും. അങ്ങനെ നീങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ പല്ല് നമുക്ക് താഴേക്ക് ഇറക്കി വെക്കണം. അല്ലാത്ത നോർമൽ മെഷീനിലാകുമ്പോൾ അത് ഊരി മാറ്റി വെക്കണം. പിന്നെ അതുകൂട്ട് തന്നെ ഈ പടി, അതായത് പടി എന്ന് പറയുന്നത് പല്ലും പടിയും മാറ്റുകയെന്ന് സാധാ മെഷീനിൽ പറയുന്നത്. ഈ പടി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രഷർ ഫുട്ടും വേണ്ട. കാരണം നമ്മൾ ഇതുപോലെ എംബ്രോയ്ഡറി റിങ് വെച്ചാണല്ലോ ചെയ്യുന്നത്. എംബ്രോയ്ഡറി റിങ് വെച്ച് കയറണമെങ്കിൽ ഈ പ്രഷർ ഫുട്ടും ഇതിൽ നിന്ന് മാറ്റണം. എന്നപ്പം ഈ പല്ലും മാറ്റണം, പ്രഷർ ഫുട്ടും മാറ്റണം. ഒരു നോർമൽ മെഷീനിൽ നമ്മൾ ഈ പല്ല് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ 2 വശത്തായിട്ട് 2 സ്ക്രൂ ഉണ്ടല്ലോ, ആ സ്ക്രൂ അടിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഷർ ഫുട്ട് മാറ്റാനായിട്ട് ഫുള്ളി മാറ്റാൻ ഇവിടെ നിന്ന് ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ഇതേ കാണുന്ന ഈ ഒരു സ്ക്രൂ ഊരുക. ഈ സ്ക്രൂ അയക്കുമ്പോൾ പ്രഷർ ഫുട്ട് ഇതുപോലെ ഊരി മാറ്റാൻ പറ്റും. അത് ഈ ഒരു പോർഷൻ ഇതേപോലെ നീക്കി വെക്കുമ്പോൾ ഇതുണ്ടല്ലേ, ഈ പല്ലുമായിട്ട് കാണാമല്ലോ, ഈ ഒരു 3 ലെയറിൽ കാണുന്ന അതാണ് പല്ലെന്ന് പറയുന്നത്. അത് മാറ്റണമെങ്കിൽ ഈ 2 സ്ക്രൂ നമ്മൾ അഴിക്കുക. ഈ സ്ക്രൂവും ഇവിടെ ഒരു സ്ക്രൂവും 2 സ്ക്രൂവും അഴിക്കുക. ഇത് നോർമൽ മെഷീനിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കാരണം ഇതിൽ മോട്ടർ വെച്ചേക്കുന്നതുകൊണ്ട് ഭയങ്കര സ്പീഡാണ്. എനിക്കിതിൽ തയ്ക്കാനൊരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ചെയ്ത് കാണിക്കുന്നില്ല.
ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് രണ്ടും ഊരി മാറ്റിയ ശേഷം ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇളകി മാറും. ഈ ഒരു പോർഷൻ ഊരി മാറ്റുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ കാണുന്ന ഇത് കണ്ടില്ലേ, ഈ ഒരു പല്ല് പിടിപ്പിച്ചേക്കുന്ന ഇവിടെ 2 സ്ക്രൂ വെച്ചാണ്. ഇവിടെ ഈ 2 സ്ക്രൂകൾ നമ്മൾ അഴിച്ചു മാറ്റുമ്പോൾ ഈ പല്ല് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ക്രൂ ഒക്കെ നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കണം, പിന്നെ തിരിച്ചു വെക്കാൻ നേരത്ത് കാണാതെ പോകരുത്. ഇത് രണ്ടും മാറ്റിയ ശേഷം ഇതല്ലേ, ഇപ്പോൾ ഇതൂടെ മാറ്റി കഴിയുമ്പോൾ നമ്മുടെ പല്ല് മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് ക്ലീൻ ചെയ്യും. ഊരുമ്പോൾ എന്തുവായാലും ഇവിടെ എല്ലാം പൊടി കാണും. പൊടിയെല്ലാം നമ്മൾ ഒരു ബ്രഷ് കൊണ്ട് ഇതേപോലെ ബ്രഷ് കൊണ്ട് ഒന്ന് തൂത്ത് കളയാം. ഇടഭാഗങ്ങളിലൊക്കെ കയറിയിരിക്കുന്ന ഇങ്ങനെ കുത്തിയ ശേഷം ബ്രഷ് കൊണ്ട് തൂത്ത് നമുക്ക് ക്ലീനാക്കുക. ഈ പല്ലും പടിയും മാറ്റിയ ശേഷം തിരിച്ച് നമ്മളുടെ ഈ ഒരു പോർഷൻ തിരിച്ച് വെക്കുക. അപ്പോൾ ഇപ്പോൾ പല്ലില്ലാതെയാണ് ഇരിക്കുന്നത്. തിരിച്ച് നമ്മുടെ ഇത് വെച്ച് ഈ 2 സ്ക്രൂവും വെച്ച് ഇത് മുറുക്കുക, ഇത് അടയ്ക്കുക. അപ്പോൾ ഈ സ്ക്രൂവും വെച്ച് അപ്പോൾ ഇനിയിപ്പോൾ പല്ല് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലോത്ത് പുറകോട്ട് പോവുകയല്ല. ഇങ്ങനെയാണ് നോർമൽ മെഷീനിൽ ചെയ്യുന്നത്. ശേഷം നമ്മൾ എംബ്രോയ്ഡറി ഇതിവിടെ വെച്ച് ചെയ്താൽ മതി. ഇത് ഈ ടേബിൾ ടോപ്പ് മെഷീനിൽ എങ്ങനെയാണ് പല്ല് മാറ്റുന്നതെന്ന് ഞാൻ കാണിക്കാം. ഈസിയാണ്. അതായത് നമ്മൾ സാധാരണ തുറക്കുന്നുണ്ട് ഇങ്ങനെയാണല്ലോ കാണുന്നത്. ഇവിടെ ഒരു സംഭവം ഇതുണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ അനങ്ങുന്ന ഒരിതുണ്ട്. ഇതിങ്ങനെ ഒന്ന് നീക്കുക ഉണ്ടോ, ഒന്നുകൂടെ കാണിക്കാം. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പല്ല് മേളിലോട്ട് കയറി. ഇതിപ്പം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴേ അത് കയറി വരുള്ളൂ. അങ്ങനെ നോർമലി ഇരിക്കുന്നത് മാറ്റി അതിൻ്റെ ഇപ്പുറത്തൊരു വിടവുള്ള അതിലേക്കാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പല്ല് ക്ലോത്ത് താഴേക്ക് വലിക്കുന്ന പോലെയല്ല ഇരിക്കുന്നത്. പുറകോട്ട് വലിക്കുന്ന പോലെ താഴേക്ക് ഇറങ്ങിയാണ്. ഇനിയിപ്പോൾ അത് നമ്മുടെ ക്ലോത്തിലൊരു ഡിസ്റ്റർബൻസും ചെയ്യുകയില്ല. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഊരി മാറ്റണം. ഈ പ്രഷർ ഫുട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ പ്രഷർ ഫുട്ട് മാത്രം പോരാ, ഇവിടെ നിന്നേ ഊരി മാറ്റണം. എന്നാലേ നമ്മുടെ ഈ പ്രഷർ ഫുട്ട് നമ്മൾ സാധാരണ വേറെ എണ്ണം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു പോർഷൻ മാത്രമല്ല മാറ്റുന്നത്. അങ്ങനെ പോരാ, നമ്മൾ ഇവിടെ നിന്ന് സ്ക്രൂവിൽ നിന്ന് ടോട്ടലി മാറ്റിയാലേ നമ്മുടെ എംബ്രോയ്ഡറി ഫ്രെയിം അങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഇതിനായിട്ട് ഊരാനുള്ള ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഒന്നും അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വരുന്നത് ഇത് അഴിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ സ്ക്രൂ ഡ്രൈവറാണിത്. ഇതുണ്ടല്ലേ, ഒന്ന് തൊട്ടപ്പം തന്നെ അത് ഇനി പോന്നു അല്ലേ. ഇതിങ്ങനെ കണ്ടില്ലേ, ഇത്രയും ഇങ്ങനെ അഴിച്ച് മാറ്റാവുന്നതാണ്. ഇത്രയും മാറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എംബ്രോയ്ഡറി റിങ് കയറ്റാനുള്ള ഒരു വലുപ്പവും വരുന്നുണ്ട്. ഈ ശേഷം ഇതങ്ങ് തിരിച്ച് മുറുക്കി വെച്ചേക്കുക. അല്ലെങ്കിൽ സ്ക്രൂ ഊരി പോയി കഴിഞ്ഞാൽ പണിയല്ലേ. അതുകൊണ്ട് ഇതങ്ങ് തിരിച്ച് മുറുക്കി അങ്ങ് വെച്ചേക്കുക. അത് കൈ കൊണ്ടാണെങ്കിലും മുറിക്കാൻ മതി. ഇനിയിപ്പോൾ ഇതെടുത്ത് സൂക്ഷിച്ച് മാറ്റി വയ്ക്കുക. നമുക്ക് എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ഭാഗവും തിരിച്ച് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ പല്ല് താത്ത് വെച്ചിട്ടുണ്ട്, പ്രഷർ ഫുട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നൊരു കാരണം സൂചിക്ക് ഒരു പിടുത്തമില്ല. നമുക്ക് അടിക്കുവാണെങ്കിൽ കയ്യിലോട്ട് നേരിട്ട് വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്കുക. ഇനിയിപ്പോൾ നമ്മളുടെ എടുത്ത് വെച്ചേക്കുന്ന ഞാൻ നേരത്തെ ചെയ്തതിൻ്റെ ബാലൻസ് ആയിട്ട് തന്നെയുള്ളതൊന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ചെയ്തത് ഇവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടോട്ട് ഇങ്ങനെ ഒരു ഹാർട്ടും കൂടെ വരച്ചിട്ടുണ്ട്. അതാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇതുണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഇപ്പം ഇത് എംബ്രോയ്ഡറി ഫ്രെയിമിങ് ഇങ്ങനെ ഈസി ആയിട്ട് കയറും. ഇനിയിപ്പോൾ ഇത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അടിയിൽ ഇതിന് ഇച്ചിരി പ്രൊജക്ഷൻ കിട്ടാനും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമായിട്ട് ഞാൻ വൂളൻ ത്രെഡ് ഇട്ടായിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ വൂളൻ ത്രെഡ് ഇടാതെയുള്ളതാണ് ഇത് ആദ്യം കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ സംഭവം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് എക്സ്പീരിയൻസും ഭയങ്കര ക്ഷമയും വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അപ്പോഴേ മിഷന് വേറെ രീതിയിലാണ് അടിച്ചു പോകും. അതുകൊണ്ട് പൂർണ്ണമായ ശ്രദ്ധയും വേണം. ചെയ്തുള്ള പരിചയമാണ് വേണ്ടത്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, ജസ്റ്റ് കാര്യം എന്നാന്നുള്ളത് അറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ തെറ്റുകളൊക്കെ ഉള്ളത് ക്ഷമിക്കണം. ഞാൻ ഈ കാര്യം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരിക എന്നാണ് എൻ്റെ ഉദ്ദേശം. ഇവിടുന്ന് ഞാൻ തയ്ക്കാൻ പോവാണ്. സ്പീഡ് കുറച്ച് മതി. ഈ വര കണ്ടില്ലേ, ആ വരയിലാണ് പിടിക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നിടം ഉദ്ദേശിച്ച് അത്രയും ഫില്ലായി എന്ന് തോന്നുന്നു, അത് ഇടയ്ക്കൊന്നും ഗ്യാപ്പില്ലാതെ ഫില്ലായി എന്ന് തോന്നുന്നതനുസരിച്ച് പതിയെ നമ്മൾ ഈ റിങ് നീക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ പല്ലില്ലാത്തതുകൊണ്ട് ക്ലോത്ത് തന്നെ നീങ്ങുകയല്ലോ, ബാക്കിലേക്ക് നീങ്ങുകയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളുടെ കൈ കൊണ്ട് പെയ്യെ നീക്കുകയാണ്. ഏതൊരു വശത്തേക്കാണ് നമുക്ക് സ്റ്റിച്ചിങ് വേണ്ടതെന്നനുസരിച്ച്
ആ വശത്തേക്ക് നീങ്ങുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നല്ല ക്ഷമയും എക്സ്പീരിയൻസും കൊണ്ടേ എക്സ്പേർട്ട് ആകാൻ പറ്റുള്ളൂ, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടോ ഒന്നും പറ്റത്തില്ല. അതാണ് ഞാനും ഇതിനകത്ത് എക്സ്പേർട്ടൊന്നുമല്ല, ജസ്റ്റ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല ഞാൻ ചെയ്താലും, അത് ചെയ്തേ ആവുള്ളൂ. എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ഇതിലും എനിക്ക് ഇഷ്ടം. പിന്നെ ഇത് സ്പീഡിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് അതിലൊരു ഇഷ്ടമുള്ളത് കൊണ്ട് അതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഇതിൽ ഒന്നാമത് വലിയ വശമില്ലാത്തതുകൊണ്ടായിരിക്കാം, ചെയ്ത് നല്ല ശീലമാകുന്നവർക്ക് ഇത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് വലിയ താല്പര്യം ഇല്ലാത്തത്. ഇതിപ്പോൾ ഈ മെഷീനിൽ 6 ആം സ്റ്റിച്ച് സെലക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് ഇതേപോലെ ഒരു സാറ്റിൻ മോഡലിൽ ആ ഒരു വീതിക്ക് ഒരേപോലെയാണ് വരുന്നത്. അതുകൊണ്ട് അതേ വീതിയിൽ വിടുന്നു. നമ്മൾ സാധാ മെഷീനിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നോർമൽ സ്റ്റിച്ച്, ഇനിയിപ്പോൾ ഇതിൽ തന്നെ നോർമൽ സ്റ്റിച്ചിട്ടും ഞാനിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നോർമൽ സ്റ്റിച്ചിലാണെങ്കിൽ നമുക്ക് എത്രയും വീതിക്കാണോ വേണ്ട അത് ഫില്ല് ചെയ്ത് അത്രയും തവണ റിപ്പീറ്റ് അടിച്ച് അത് ഫില്ല് ചെയ്യേണ്ടി വരും. അതാണ് നോർമൽ മെഷീനും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇതിപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. 2 ഇതും ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എംബോസ്ഡ് ആയിട്ടാണ് ചെയ്തത്, മറ്റേ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ത്രെഡ് ഉള്ളിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. കാരണം ഇത്രയും നമ്മൾ അടുപ്പിച്ച് ത്രെഡ് ഇടേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഈ ഒരു ത്രെഡ് ഉള്ളതുകൊണ്ട് അത്രയും നമ്മൾ ചെയ്യേണ്ട. ഇത് പക്ഷേ കുറേ കൂടെ ത്രെഡ് ഇട്ട് ചെയ്യേണ്ടി വന്നു, അതേ ഉള്ളൂ വ്യത്യാസം. ഇതിട്ട് ചെയ്യാനും ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ടിങ്ങിലൊന്ന് കുത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ആ വഴിക്കൂടെ എല്ലാം വെച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ, ഹാൻഡ് എംബ്രോയ്ഡറി കൗച്ചിങ് സ്റ്റിച്ച് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, അതുപോലെ അങ്ങനെയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ച് നമുക്ക് ചെറിയ ലീഫുകളായിട്ടോ ഫ്ലവേഴ്സൊക്കെ ആയിട്ടൊക്കെ ചെയ്യാം. ഇപ്പം എനിക്കും അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഇതായിട്ടൊക്കെ ചെയ്തത്. കണ്ടോ, എനിക്കധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഇത്രയും ചെയ്യാൻ പറ്റി. ഇത് വളരെ ഫാസ്റ്റില്ല, ഒരു 10 മിനിറ്റ് പോലും എടുക്കുന്നില്ല ഇത്രയും ഒന്ന് ചെയ്യാൻ. അപ്പം നമുക്ക് ചെയ്ത് നല്ല പരിചയം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാം. നമ്മൾ സാധാ മെഷീനാണെങ്കിൽ ഇതുപോലത്തെ ടേബിൾ ടോപ്പ് മെഷീനാണ് അല്ല എങ്കിൽ 6 ആഗ് ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ആ സാധാ സ്റ്റിച്ചിൽ, അതായത് നമ്മൾ സ്ട്രൈറ്റ് അടിക്കുന്ന സ്റ്റിച്ചിലല്ലേ അതിൽ ചെയ്യാൻ പറ്റും. അതിൽ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ പല്ലും പടിയും മാറ്റണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പ്രഷർ ഫുട്ടും പല്ലും മാറ്റിയ ശേഷം നമ്മുടെ റിങ് ഇതേപോലെ വയ്ക്കുക. ഇപ്പോൾ ഞാൻ സാധാ മെഷീനിൽ അടിക്കുന്ന ആ ഒരു സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലും അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധയാണ് നമുക്ക് വേണ്ട. ശ്രദ്ധയും നല്ല ക്ഷമയും വേണം. ഒരു സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോയാൽ, ഇതിപ്പോൾ ഞാൻ 2 റൗണ്ടുകൾ മാത്രം ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ശ്രദ്ധ ഒരു സെക്കൻഡ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, കാരണം ഒന്ന് സൂചിക്ക് നമുക്ക് ഇതുണ്ടല്ലോ, ഒരു പിടുത്തവും ഇല്ലാതാണ് സൂചി വരുന്നത്. കൈയൊന്നും അങ്ങോട്ട് പോകരുത്. ഇങ്ങനെ ഈ ഫ്രെയിമിൽ പിടിച്ച് ഈ ഫ്രെയിം ഇങ്ങനെ നീക്കുന്നതനുസരിച്ച്, ഈ ഫ്രെയിമിലാണ് നമ്മൾ നീക്കിയാണ്. അല്ല തുണി നീങ്ങാൻ ഞാൻ പറഞ്ഞില്ല, ആ പല്ല് മാറ്റിയല്ലോ. അതുകൊണ്ട് തുണി നമ്മൾ ഈ കൈ കൊണ്ടാണ് നീക്കിയത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇല്ലേ, ഇതിപ്പോൾ സാധാ സ്റ്റിച്ചാണ് വരുന്നത്. കാണി തീരെ അടുത്താണ്. ഞാൻ 1-ലായിരുന്നു കിടന്നിരുന്നത്. ആ 1-ലായിരുന്നുകൊണ്ടാണ് ഇത്രയും അടുത്ത് കണ്ടില്ല. ഇത് ഞാൻ കൈകൊണ്ട് നീക്കുന്നതുകൊണ്ടാണ് ഈ വട്ടത്തിനനുസരിച്ച് വരുന്നത്. അല്ലാതെ തുണി നീങ്ങാൻ ഒരു ഓപ്ഷനില്ല. നമ്മൾ അതിനാണ് ഈ എംബ്രോയ്ഡറി റിങ് ഇട്ട് ചെയ്യുന്നത്. കണ്ടോ, സ്പീഡായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുകയല്ല, പെയ്യെ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ തുടക്കത്തിലൊരു ത്രെഡ് നീങ്ങി നിൽക്കുമല്ലോ, അതങ്ങ് കട്ട് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ കട്ട് ചെയ്യാഞ്ഞുകൊണ്ട് അവത്തേൽ കുടുങ്ങിയാണ് ബാക്കി അടിച്ചു പോയെന്ന്. സാധാ മെഷീനാകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ്റിൻ പോലെ ചെയ്യാൻ പറ്റിയല്ല. അത് ചെയ്യുന്നൊരു ഭാഗം ഫില്ല് ചെയ്യണമെങ്കിൽ ഇതേപോലെ നിറയെ അടിച്ചടിച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു റൗണ്ട് ചെയ്തു, അടുത്ത റൗണ്ട് കൂടെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കാണിക്കാം. ഇത് സാധാ മെഷീനിലാണല്ലോ സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ത്രെഡ് നീണ്ടു നിൽക്കുന്നത് അങ്ങ് മുറിച്ച് കളയണേ. മുമ്പേ ഞാൻ മുറിച്ച് കളഞ്ഞില്ലായിരുന്നു. ഒന്നെങ്കിൽ ആദ്യം റൗണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇങ്ങനെ ഫില്ല് ചെയ്യുക, അല്ല എങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് ആ റൗണ്ടിൽ ചെയ്താലും മതി. ടേബിൾ ടോപ്പിൽ 6 ആഗ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പകുതി സമയം കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇത് കുറേ കൂടെ തവണ അടിക്കണമെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അതുമല്ല നമുക്ക് ചെയ്ത് വരുമ്പോൾ
എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നല്ല ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റും. കണ്ടു ഇപ്പോൾ രണ്ടാമത്തെ ചെയ്തത് ആദ്യത്തേനേക്കാളും ഒന്നുകൂടെ ശരിയായിട്ടുണ്ട്. ചെയ്താണ് അതിൻ്റെ അതാകുന്നത്. ഞാൻ ഇതിങ്ങനെ സാധാ സ്റ്റിച്ചിലിട്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തു, അല്ലാതെ നേരത്തെ 1-2 തവണ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ ഇതിങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. എങ്കിലും ഇത് കണ്ടില്ലേ. ഇനി ഇപ്പം ഈ 2 ഡോട്ടുകൾ തമ്മിൽ ഞാൻ ചേർത്തുകൊണ്ട് ഇത് ഗ്രീൻ കളറോട് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയാവും. എങ്കിലും ഞാൻ ത്രെഡ് മാറ്റാതെ ഒരു വള്ളി പോലെയും കൂടെ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്പീഡ് കുറച്ച് വേണം തയ്ക്കാൻ. ഈ സ്റ്റിച്ചിൽ ഇത് നമ്മുടെ സാധാ സ്റ്റിച്ച് ആയതുകൊണ്ട് ഇങ്ങനെ ഒറ്റ ഒരു ഇതേ വരുള്ളൂ. ഇതിന് കനം കൂട്ടണമെങ്കിൽ നമ്മൾ തിരിച്ചൊന്നുകൂടെ അടിച്ചാൽ മതി. ഇപ്പം കനം കൂടിയല്ലോ. 2-3 തവണ നമ്മൾ തിരിച്ചടിക്കുമ്പോൾ അതിൻ്റെ കനം കൂടിക്കോളും. എത്രയും വണ്ണം നമുക്ക് അതിൻ്റെ ആ തണ്ട് പോലെ ചെയ്യുന്നതിന് വേണമെന്ന് ഉദ്ദേശിച്ച് അത്രയും തവണ ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ സാധാ സ്റ്റിച്ചിലാണ് ഇപ്പോൾ ഇത്രയും ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് കളറുകളൊക്കെ ചേഞ്ച് ചെയ്ത് ഇതിൻ്റെ തണ്ടിന് ഗ്രീൻ കളറും ഇത് റെഡ് കളറിലും അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സാധാ സ്റ്റിച്ചിൽ നമുക്ക് ഇതുപോലെ ചെയ്യാമെന്നപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സാധാ മെഷീൻ ഉപയോഗിച്ച് ഇത് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഇനി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.